കല്യാണ വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് വേണമെങ്കിൽ ഒരു കല്യാണ മിനി വ്ളോഗ് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇത് നമ്മുടെ ചിറ്റ ഇവിടെ രാവിലെ തന്നെ നല്ല ഒരുങ്ങിയിരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചതാണ് ചിറ്റേനെ ഇങ്ങനത്തെ ഒരു ലുക്കിൽ കാണണം എന്നുള്ളത്. ഞങ്ങൾ കസിൻസ് എപ്പോൾ കൂടിയാലും ഞങ്ങൾ പറയുന്ന കാര്യമാണ് ചിറ്റേനെ ബ്രൈഡൽ ലുക്കിൽ കാണുന്നതിനെ പറ്റി. അങ്ങനെ ഫൈനലി പറഞ്ഞു ചിറ്റേനെ ആ ഒരു ബ്രൈഡൽ ലുക്കിൽ ഞങ്ങൾ കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ അമ്പലത്തിലോട്ട് ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലോട്ട് ഇറങ്ങി. മുഹൂർത്തമായപ്പോൾ താലി കെട്ടി. അങ്ങനെ നമ്മുടെ ചിറ്റയുടെ താലികെട്ട് കഴിഞ്ഞു ഗൈസ്. അയ്യോ, ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ രോമാഞ്ചം വന്നിങ്ങനെ നിൽക്കുമായിരുന്നു ഗൈസ് ഈ സീനെ കണ്ടിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി. നമ്മൾ ഗ്രൂമിനെ എൻട്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയാണ്. ഞങ്ങളുടെ ചെറിയൊരു ഡാൻസും പിന്നെ താലൊക്കെ പിടിച്ച് ഞങ്ങൾ ബ്രൈഡിനെ അങ്ങ് എൻട്രി ചെയ്തു. ആൻഡ് ഇതൊക്കെ ഞങ്ങളിങ്ങനെ ചെറുപ്പത്തിലിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ്, ഇങ്ങനെയൊക്കെ ചിറ്റയുടെ ബ്രൈഡ്സ് മെയ്ഡായിട്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതൊക്കെ. ആൻഡ് ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ പോലും ഒരു റിയലൈസേഷൻ വന്നില്ല ദാറ്റ് ചിറ്റയുടെ കല്യാണമാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് ഇപ്പോഴും ആ റിയലൈസേഷൻ വന്നിട്ടില്ല ചിറ്റയുടെ കല്യാണം കഴിഞ്ഞു എന്ന കാര്യത്തിൽ. അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫോട്ടോഷൂട്ട് കുറേ നേരം നീണ്ടു നിന്നു. അതിനുശേഷം നമ്മുടെ ഡാൻസിലോട്ടൊക്കെ ഇറങ്ങി. ഗ്രൂമിൻ്റെ ആൾക്കാരുടെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി. ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ പോയി സദ്യ കഴിക്കാന്നുള്ള പ്ലാൻ ഇട്ടിട്ടോ. ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചു. നല്ല അടിപൊളി സദ്യ കഴിച്ചു. ഒരു സമാധാനമായി. സദ്യ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചിറ്റേനെ പറഞ്ഞു വിടാനുള്ള കാറും അങ്ങ് എത്തി. ചിറ്റ റിസപ്ഷൻ അങ്ങ് തൃശ്ശൂരാണ്, സോ അങ്ങോട്ട് പോകാനുള്ള കാറെത്തി. ഞങ്ങൾ നേരെ റെഡിയായി, റിസപ്ഷൻ റെഡിയായി, അങ്ങോട്ടും പോയി ഗൈസ്.